മാറിയ പ്രണവേ? അമ്മേ ദേ ഉപ്പ് ഇത് മതിയൊന്നൊന്ന് നോക്കിയേ. ഞാൻ നോക്കിയായിരുന്നു. ഒരു പൊടിക്ക് കൂടി ചേർത്തേക്ക്. എന്തായാലും ഐശ്വര്യ കെട്ടുന്ന ചെക്കൻ ഭാഗ്യം ചെയ്തവനാ. ഞാൻ ഏതായാലും ബ്രോക്കർമാരോട് കാര്യം പറയാന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അവളോട്. നമ്മുടെ ഓഫീസിലെ ആ ഗോപാലകൃഷ്ണൻ സാറിന് ഒരു മോനുണ്ട്, മിടുക്കനാ. അവന് വേണ്ടി ഐശ്വര്യ ഒന്ന് നമുക്ക് പ്രപ്പോസ് ചെയ്താലോ? എന്താ? നല്ല പയ്യനാണെങ്കിൽ ആലോചിക്കും മോനെ. നല്ല കൊച്ചല്ലേ അവള്. വേറൊന്നും പറയല്ലേ നിങ്ങൾക്ക്? മനുഷ്യനോടെ വയറ് വശന്നിരിക്കുക. ഞാനൊന്ന് ഓഫീസിലോട്ട് വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് വരാം. എടുത്തി കഴിക്കാൻ എടുത്തു വെറുതെ ഓരോ സമയങ്ങളെ. ഇതെന്താടി മോളെ അവൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത്? അതൊരു സൈക്കോളജിയാണമ്മേ. തന്റെ ജീവിതത്തിൽ കൂടെ കൂട്ടണമെന്ന് വിചാരിക്കുന്ന ഒരാളെ വേറൊരാളെ വിവാഹം ആലോചിക്കുന്നു എന്ന് കേട്ടാ അവർക്കത് സഹിക്കില്ല. അതിനുള്ള റിയാക്ഷനാണ് ഈ പോക്ക്. അങ്ങനെയാണോ സൈക്കോളജി? ഓ, സൈക്കോളജി അങ്ങനെ തന്നെയാ. പക്ഷെ എനിക്ക് വിശക്കുന്നു. ആ സൈക്കോളജിക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. നിധി, നീ വേഗം എടുത്തോണ്ട് വാ, ഞാൻ ടേബിളിൽ ഇരിക്കാം. എടി മോളെ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഐശ്വര്യയുടെ ഫാമിലി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കേ. നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണത്തെ കുറിച്ച് ആലോചിക്കാം. അമ്മയൊന്ന് സമാധാനപ്പെട്. അവര് രണ്ടുപേരും ആദ്യം ഒന്ന് റൂട്ടിൽ വരട്ടെ, പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ഉഷാറാക്കാലോ. നടക്കുമല്ലോ, ഉറപ്പല്ലേ? ഉറപ്പ്. ഈ കല്യാണം ഞാൻ നടത്തി തന്നിരിക്കും. ഈ കല്യാണം നീ നടത്തി തന്നാ നീ എന്താവശ്യപ്പെട്ടാലും ഞാനത് സാധിച്ചു തന്നിരിക്കും, ഉറപ്പ്. പ്രസവിച്ച അമ്മയാണ് ഞാനെന്ന് അവനെ നീ അറിയിച്ചോ മോളെ? നീ എന്താ ആലോചിക്കുന്നേ? ഞാൻ എന്ത് ചോദിച്ചാലും സാധിച്ചു തരുമെന്ന് അമ്മ പറഞ്ഞില്ലേ? ഞാൻ വെറുതെ പറഞ്ഞതല്ല. എങ്കില് ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കും. അതിനമ്മ സമ്മതം മൂളാൻ തയ്യാറായിട്ട് നിന്നു. തയ്യാറാകാനൊന്നുമില്ല. ഞാൻ വിചാരിക്കുന്നത് പോലെ ഐശ്വര്യയുടെയും പ്രണവിന്റെയും കാര്യം നടന്ന നീ ചോദിക്കുന്നത് എന്ത് ഞാൻ തരും, ഉറപ്പ്. ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് അറിയുമ്പോഴും അമ്മ ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു.